എന്താ അമ്മേ? അമ്മ എന്താ വല്ലാതിരിക്കുന്നേ? ശാപമോക്ഷത്തിനു വേണ്ടി ശാപം തന്ന ആ കുലത്തിലെ പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയല്ലേ നമ്മള്. കണ്ടെത്തിയാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നന്ദ. അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? നവീനും ഗാഥയും തമ്മില് വല്ലാതെ അടുത്തു പോയിട്ടുണ്ട്. ഞാനിപ്പോ അവൻ ഗാഥയോട് സംസാരിക്കുന്നത് കേട്ടു. ഇനി നിർബന്ധപൂർവം അവരെ അകറ്റാൻ നമ്മൾ ശ്രമിച്ചാല് നവീൻ ചിലപ്പോ... നവീൻ എനിക്ക് നന്നായിട്ടറിയാം. സിത്താരയുടെ കുടുംബമായിട്ടുള്ള ബന്ധം ആലോചിച്ച ദിവസം അവനവിടെ വന്ന് നമ്മളോട് സംസാരിച്ചത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അന്ന് അവൻ പറഞ്ഞത് ഗാഥമോളുടെ സൗന്ദര്യത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ ഒന്നുമല്ല, സിത്താര ശ്രീനിവാസനുമായിട്ടുള്ള ബിസിനസിനെ കുറിച്ചാ. അവന്റെ ബിസിനസ് കരിയറിന് അത് നല്ലതാണെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ അമ്മ ഇപ്പൊ കേട്ടു എന്ന് പറയുന്നത് കുറച്ചുനാള് പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടൊരു അടുപ്പം വരുമല്ലോ. അത് തന്നെ എന്റെ പേടിയും. ഒരു തീരുമാനം എടുത്താൽ മാറുന്നവനല്ല നവീൻ. അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണെങ്കിൽ മറ്റൊരു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ ഞാനും നീയും അവന്റെ ശത്രുവാകില്ലേ? ആ ശത്രുതയല്ലല്ലോ നമ്മുടെ പ്രശ്നം, അവന്റെ ജീവനല്ലേ. അവന്റെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നൊരു പെൺകുട്ടി വരുമെന്ന് ജോത്സ്യര് പറഞ്ഞില്ലേ? ആ പെൺകുട്ടിയെ കാണാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. കണ്ടുകിട്ടിയ നമുക്കവനെ പറഞ്ഞു തിരുത്താം. ഒട്ടും എളുപ്പമാവില്ല. ഒരുപക്ഷെ എനിക്കോ അമ്മയ്ക്കോ അത് സാധിക്കില്ലായിരിക്കാം. അത് സാധിക്കുന്ന ഒരാളുണ്ട്, സുമിത്ര. സുമിത്ര പ്രസവിച്ചതല്ലെങ്കിലും സുമിത്രയെ പെറ്റമ്മയായിട്ട് തന്നെയാണ് അവൻ കാണുന്നത്. ഇന്ന് വരെ സുമിത്ര ആവശ്യപ്പെട്ട ഒരു കാര്യവും അവൻ ചെയ്യാതിരുന്നിട്ടില്ല. നമുക്ക് സുമിത്രയെ കൊണ്ട് പറയിപ്പിക്കാം, അവൻ കേൾക്കും. പ്രതിവിധി ഒരെണ്ണം മുന്നിലുണ്ട്. പക്ഷേ മനസ്സിനൊരു ധൈര്യം കിട്ടുന്നില്ല. പ്രതിവിധി കണ്ടെത്തിയാൽ തന്നെ അത് നടക്കുമെന്ന് ഉറപ്പുമില്ല. എന്തൊരു കഷ്ടമായത്. ഇതൊക്കെ മാറുമേ. നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ, ദൈവം നമ്മളെ കൈവിടുവോ?